ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് പമ്മിയിട്ട് പിന്നെ ഒന്ന് കയറി പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ. ഒരു ഫ്ലോ കിട്ടത്തില്ല. നല്ലൊരു സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? നമുക്ക് ഒത്തിരി ഓവർ സ്പീഡ് എടുക്കാൻ നമുക്കറിയാം. ചെറിയൊരു ഇത് വരും, നമുക്കൊരു കൺട്രോളിങ്ങിന്റെ അറിയില്ല. കാറ്റ് പിടിക്കുമ്പോൾ നമുക്കറിയാല്ല, അതൊരു ഫീൽ വരും. ചില വണ്ടികൾ ഒത്തിരി ഞാൻ കാണുന്നുണ്ട് സ്പീഡ് ആകുന്നത്. മറ്റേ ബ്ലൂവിന്റെ അതിപ്പം കണ്ട വേറൊരു ബ്ലൂ ആണ്. നമ്മൾ പുതിയ എടുക്കുമ്പോൾ നല്ല തിളക്കം, നല്ല ഷൈനും. പക്ഷെ കുറച്ച് റെഡും എനിക്കൊരു പേടിയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നുഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ബലേനോയാണ്. ബലേനോയുടെ 2022 ഇറങ്ങിയ മോഡൽ, അതായത് ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഡെൽറ്റ വേരിയൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഡെൽറ്റ മാനുവൽ വേരിയൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഗ്ലാൻസയുടെ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗ്ലാൻസ ചെയ്താലും ബലേനോ ചെയ്താലും ഏകദേശം സെയിം തന്നെയാണ്. എങ്കിലും ഗ്ലാൻസ നമ്മൾ പുതിയ വണ്ടിയാണ്, അതായത് ഏകദേശം 2000 കിലോമീറ്റർ താഴെ മാത്രമേ ഓടിയിട്ടുള്ളായിരുന്നു. പക്ഷേ ഇത് 10,000 കിലോമീറ്റർ കവർ ചെയ്ത വാഹനമാണ്. അപ്പം 10,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം യൂസർ എക്സ്പീരിയൻസിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ യൂസിനോട് ചോദിച്ച് 10,000 കിലോമീറ്ററിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ യൂസറെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓണർ. ഹായ് ബ്രോ. ഹായ്. ബ്രോയുടെ പേര്? സച്ചിൻ. ഓക്കെ ബ്രോ, ബലേനോ സ്വന്തമാക്കിയിട്ട് ഇപ്പോൾ എത്ര കാലമായിട്ടുണ്ട്? കറക്റ്റ് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 2 വർഷം ആകുന്നു. അപ്പം ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ വാങ്ങിയല്ലേ? ആദ്യം ഇറങ്ങിയപ്പോൾ ഈ വേരിയന്റ് വന്നപ്പോൾ തന്നെ. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ബലേനോ ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം? ബലേനോ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം മൈലേജ്, പിന്നെ നമ്മുടെ സുസുക്കിയുടെ അറിയാലോ, സർവീസ് അറിയാലോ, എവിടെ വേണമെങ്കിലും കൊണ്ട് കയറ്റാം, എവിടെ വേണമെങ്കിലും ഇറക്കാം. പിന്നെ ടൊയോറ്റ നോക്കിയാൽ, പിന്നെ ടൊയോറ്റയുടെ ഒരു വണ്ടി ഉണ്ട്, ഇന്നോവ ഉള്ളതുകൊണ്ട് പിന്നെ സുസുക്കി ഒരെണ്ണം നോക്കിയപ്പോൾ ബലീനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം സ്പേസും കാര്യങ്ങളും മൈലേജ് കംഫോർട്ട് എല്ലാം നോക്കിയപ്പോൾ ബലീന ഇഷ്ടപ്പെട്ട് അങ്ങനെ ബുക്ക് ചെയ്തു. അതുകൊണ്ട് ടൊയോറ്റ ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഗ്ലാൻസിലോട്ട് പോയില്ല. ഗ്ലാൻസ് നോക്കിയായിരുന്നു, എന്നാലും പിന്നെ നമുക്ക് കുറച്ചുകൂടെ സുസുക്കി ഒരെണ്ണം എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തയാ. ഓക്കെ, അപ്പം അങ്ങനെയാണ് മാരുതി സുസുക്കി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഏതാണ് വേരിയന്റ് കറക്റ്റ്? ഡെൽറ്റ മാനുവൽ. മിഡ് ഓപ്ഷൻ ആയിട്ട് വരും അല്ലേ? മിഡ് ഓപ്ഷനാണ്. ബേസിന്റെ തൊട്ട് മണ്ടക്കത്തെ ഓപ്ഷൻ. അപ്പം ഇതിന് എത്രയാണ് എമൗണ്ട്? ഓൺ ദ റോഡ് 865. പിന്നെ നമ്മൾ അഡീഷണൽ പിന്നെ ഫോഗ് ലാമ്പ് വെച്ചു, അത് അഡീഷണൽ ആണ്. റിവേഴ്സ് ക്യാമറ വെച്ചു, അത് അഡീഷണൽ ആണ്. ഓക്കെ, അത് രണ്ടും അഡീഷണൽ ആണ്. പിന്നെ ഈ ക്രോം മാത്രം ഈ വേരിയന്റിനോട് വരുന്നത്. ഇത് വരുന്നുണ്ട്, ഡെൽറ്റയ്ക്ക് വരുന്ന വേരിയന്റ്. ബേസിനില്ല, ഡെൽറ്റ തൊട്ട് മണ്ടക്കോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഫോഗും ക്യാമറയോടെ ഒക്കെ വെച്ചാൽ എത്ര എമൗണ്ട്? 10 രൂപ 11 രൂപ അടുത്തായി. ഷോറൂമിൽ തന്നെ. ഓക്കെ, അപ്പം ഡിസ്പ്ലേ സൈസ് എല്ലാം സെറ്റ് എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഡിസ്പ്ലേ എല്ലാം ഉള്ളായിരുന്നു. പിന്നെ ഇനി ടോപ്പിലോട്ട് പോകുമ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നു, ക്രോം കൂടുന്നു, അലോയി അങ്ങനെ കുറെ കാര്യങ്ങൾ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഓട്ടോമാറ്റിക് നോക്കിയില്ലായിരുന്നോ? അതോ ഓട്ടോമാറ്റിക് എനിക്ക് വലിയ താല്പര്യമില്ല. ഇവിടെ ലോക്കലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇയർ തന്നെയാണ് സുഖം. ഒന്നാമത്തെ ഈ ഓട്ടോമാറ്റിക് എടുത്ത് ഇവിടുത്തെ വണ്ടി ഓടിക്കുക, നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് പമ്മിയിട്ട് പിന്നെ ഒന്ന് കയറി പോകത്തുള്ളൂ, ഒരു ഫ്ലോ കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ മാനുവലാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് ഓടിച്ച് ശീലമുള്ളതുകൊണ്ട് മാനുവലാണ് താല്പര്യം. ക്രിസ്റ്റയും മാനുവൽ തന്നെ? മാനുവലാണ്. ഓക്കെ, പ്രത്യേകിച്ച് AMT ഗിയർ ബോക്സ് ആണ് ഇതിന്റെ ഓട്ടോമാറ്റിക് വരുന്നത്. കുറച്ചുകൂടെ ലാഗിയാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കയറണമെന്ന്, പിന്നെ നമ്മൾ കയറണോ വേണ്ടെന്ന് ഓർത്തിട്ട് വീണ്ടും പമ്മിയിട്ട് വീണ്ടും കയറുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ യാത്രാസുഖം, ഇന്ത്യയിലുള്ള യാത്രാസുഖം എങ്ങനെ ഫീൽ? ഇപ്പം എത്ര കിലോമീറ്റർ ആയെന്ന് നമ്മൾ ചോദിച്ചില്ല. എത്ര കിലോമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് 11,350. അപ്പം ഇത്രയും യാത്ര ചെയ്തതിൽ യാത്രാസുഖം എങ്ങനെ ഫീൽ ചെയ്തു? യാത്രാസുഖം നല്ല സുഖം തന്നെയാണ്. നല്ല സ്പേസ് ഉണ്ട് ഇതിന്. നമുക്ക് ആഘോഷം കാണുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. കാല് വിരിച്ച് നല്ല ഇരിക്കാം. പിന്നെ കുറച്ചുകൂടെ കുഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ നമ്മൾ കുഴിഞ്ഞിരിക്കുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് സ്പേസ് ഉണ്ട്, നല്ല സ്പേസാണ്. കാല് നീട്ടി നല്ലതായിട്ട് പോവാം. ബാക്കിലിരിക്കുന്നവർക്ക് ബാക്കിൽ നല്ല സ്പേസാണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ബാക്കി AC വെന്റ് ഉണ്ടായി കുറച്ച് നടുക്ക് അത് നല്ലതായിട്ടില്ല. ഫ്രണ്ടിൽ മാത്രമുള്ളതുകൊണ്ട് കുറച്ച് ബാക്കിലോട്ട് ഇട്ടാൻ താമസം എടുക്കും. ACയുടെ അവിടെ നടുക്ക് നമ്മുടെ ഹാൻഡ് റെസ്റ്റിന്റെ അവിടെ എല്ലാം ചെറിയൊരു ഇതുണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഫുൾ ഓപ്ഷൻ കാണുമായിരിക്കും. ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് എല്ലാത്തിനും വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, അത് ഫുൾ ഓപ്ഷൻ കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് അവർ കൊടുക്കുന്നതായിരിക്കാം. ഓക്കെ, അപ്പം ഇതിന് ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ടോ? ലോങ് ഡ്രൈവിൽ എറണാകുളം, കൊച്ചി ആ ഒരു ഇതൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു യാത്രയുടെ ഒരു യാത്ര? നല്ല കംഫോർട്ടാണ്, നല്ല സുഖം, കുഴപ്പമില്ല. നോർമൽ നമുക്ക് നല്ല രീതിയിൽ പോകുന്നത്, നല്ല മൈലേജും ഉണ്ട്. അതുകൊണ്ട് പിന്നെ നല്ലതാണ്, ഓടിക്കാൻ നല്ല സുഖം. പിന്നെ ചെറിയൊരു പവർ അറിയാമല്ലോ, സുസുക്കിയുടെ ഒരു ചെറിയൊരു പമ്പല വരും. നമ്മുടെ വേറെ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ആ ഒരു ഇതേ ഉള്ളൂ. ഈ മൈലേജിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ കൂടെ ഒന്ന് ചോദിക്കുകയാണ്, മൈലേജ് എത്രയാണ് കിട്ടുന്നത്? ഇത് നമുക്ക് ലോങ് പോകുമ്പോൾ ഒരു 22-23 അടുത്ത് കിട്ടുന്നുണ്ട്. ലോങ് നല്ല റോഡ് നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലാതെ പോകുമ്പോൾ, നല്ല റഷ് റോഡൊക്കെ പോകണമെങ്കിൽ നമുക്കൊരു 18-19 അറിഞ്ഞിട്ട്, എന്നാലും കുഴപ്പമില്ല. 18-19 റഷ്, നല്ല റഷ് ആയിട്ടുള്ള റോഡില്ല. നല്ല മൈലേജ് ആണ്. നല്ല മൈലേജാണ്. ലോങ് ഞാനന്ന് ഇതുപോലെ വെളുപ്പിന് പോയപ്പോൾ എനിക്ക് 22-23 അടുത്ത് കിട്ടി. ഒരു തിരക്കും ഇല്ലായിരുന്നു. കറക്റ്റ് സ്പീഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തങ്ങ് പോയാൽ മതി. അത്രയൊക്കെ കിട്ടുന്നു. നല്ല മൈലേജ് ആണ്. അതുപോലെ പവറിനെ പറ്റി നമ്മൾ നമുക്കറിയാം, സുസുക്കിയുടെ വണ്ടി എടുത്താലും ചെറിയൊരു പവർ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ പമ്പൽ വന്നിട്ട് നമ്മൾ മറ്റേ വണ്ടി തൊട്ട് പറ്റത്തില്ലല്ലോ, ചെറിയൊന്ന് പമ്മിട്ടെന്ന് കയറത്തുള്ളൂ. ആ ഒരു ഇഷ്യൂ മാത്രമാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ഡെൽറ്റ വേരിയന്റ് വന്നപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്? അതിന്റെ ഡിസ്പ്ലേ സൈസ് ഫുൾ ഡിസ്പ്ലേ അല്ല, നമ്മുടെ ഫുൾ ഓപ്ഷന്റെ ഡിസ്പ്ലേ അല്ല. അതിനെക്കാട്ടി ചെറിയ ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവാ സാധാരണ നോർമൽ ഇടുന്നുള്ളൂ, അല്ലാതെ മറ്റേ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് സൗണ്ട് സിസ്റ്റത്തിന്റെ. പിന്നെ നമുക്ക് ഈ വേരിയന്റ് വന്നപ്പോൾ ഫോഗ് ലാമ്പ് പറഞ്ഞില്ല, ഫോഗ് ലാമ്പ് ഇല്ലായിരുന്നു, റിവേഴ്സ് ലൈറ്റ് ഇല്ലായിരുന്നു, പിന്നെ അലോയ് ഇല്ല, വീൽ കപ്പാണ്. പിന്നെ അതൊക്കെ നോർമൽ ആവശ്യമുള്ള ഫീച്ചേഴ്സ് അത്യാവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റേ വേരിയന്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം അലോയ് വരുന്നുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, ഓരോന്നേരം വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് വിസിബിലിറ്റിയെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ലൈറ്റ് നല്ലൊരു ഇത് കിട്ടുന്നുണ്ടോ? വ്യൂ കിട്ടുമോ? ലൈറ്റ് അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും കൂടെ തുളച്ചേർന്ന് അത്രയും പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഇതായിട്ട് തോന്നുന്നില്ല. ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരുടെ ഫോഗ് പിന്നെ LED വൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര വലിയ വിഷയം, അത് നല്ല വെട്ടമുള്ളത് കുറച്ചുകൂടെ, പിന്നെ വലിയ വിഷയം വരത്തില്ല. 2-3 ഇടുമ്പോഴത്തേനും നല്ല അത്യാവശ്യം നല്ല വെട്ടം കിട്ടും. ഓക്കെ, പിന്നെ കുറച്ച് പേര് ബലേനോയുടെ കാര്യത്തിൽ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പെയിൻ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണ്. പെയിൻ ക്വാളിറ്റി ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട്, അതായത് വാഷ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ സ്ക്രാച്ച് വരും, അതുപോലെ നല്ലൊരു പൊടിയിരുന്നാൽ അത് തുടച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ചൊക്കെ ആവുന്നുള്ള കംപ്ലയിൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഇതുവരെയായിട്ടും വലിയ വിഷയം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഫീഡ് ആവുന്നുള്ളൊരു പേടിയുള്ളൂ ഇവരുടെ ഈ കണ്ടിട്ട്. ചില വണ്ടികൾ ഒത്തിരി ഞാൻ കാണുന്നുണ്ട് ഫീഡ് ആകുന്നത്, മറ്റേ ബ്ലൂവിന്റെ അതിപ്പം കണ്ട വേറൊരു ബ്ലൂ നമ്മൾ പുതിയ എടുക്കുമ്പോൾ നല്ല തിളക്കം, നല്ല ഷൈനോ. പക്ഷെ കുറച്ച് റെഡും എനിക്കൊരു പേടിയുണ്ട് ഫീഡ് ആകുന്ന. അവരുടെ പെയിന്റ് ക്വാളിറ്റിയുടെ എന്തെങ്കിലും വിഷയം ആയിരിക്കും. ആ ഒരു ഇതാണ്. അതെനിക്ക് തോന്നുന്നു മറ്റേ കോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, സെറാമിക് കോട്ടിങ്ങോ എന്നാലും കുഴപ്പമില്ല. എന്നാലും അങ്ങനെ പാടില്ല, നമ്മൾ തൊട്ട് കൊടുത്തെടുത്തിട്ട് ശരിയാ പെയിന്റ് ക്വാളിറ്റി. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരും, എന്നാലേ ഒരു ഇത്. പഴയ വണ്ടികളെ കൂടുതലും കണ്ടിട്ടുണ്ട് ഫീഡ് ആവുന്ന ഇഷ്ടം പോലെ വണ്ടികൾ. പിന്നീട് വേറൊരു ഇഷ്യൂ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ബോഡി വെയിറ്റ് ആണ്. ബോഡി നേരത്തെ ബലേനോയെക്കാട്ടിലും ബോഡി വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്, 50 സംതിങ് കിലോസ് എങ്ങാണ്ട് കൂട്ടിയിട്ടുണ്ട്. എങ്കിലും ഇതിന്റെ ഒരു ബോഡി വെയിറ്റ് എങ്ങനെയാണ്? നല്ലൊരു സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? നമുക്ക് ഒത്തിരി ഓവർ സ്പീഡ് എടുക്കാൻ നമുക്കറിയാം, ചെറിയൊരു ഇത് വരും, നമുക്കൊരു കൺട്രോളിങ്ങിന്റെ അറിയില്ല, കാറ്റ് പിടിക്കുമ്പോൾ നമുക്കറിയാല്ല, അതൊരു ഫീൽ വരും. നമുക്ക് ഒത്തിരി ഓവർ സ്പീഡ് അങ്ങനെ എടുക്കത്തില്ല. മാരുതിയുടെ വണ്ടി പ്രത്യേകിച്ച് അങ്ങനെ കുറച്ച് ബോഡി കട്ടിയില്ല, 100-110 ഒക്കെ മാക്സിമം ക്രൂസ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അത് ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നതായിട്ട് തോന്നുന്നു. കോൺഫിഡൻസ് ലെവൽ നമുക്ക് അത്യാവശ്യം, നമ്മൾ 80 മേളിൽ പോകുമ്പോൾ തന്നെ നമ്മൾ 80-100 ഇടയ്ക്ക് തന്നെ നമ്മൾ പോകുമ്പോൾ നമുക്കറിയാലോ ഒരു ചെറിയ ഇത് വരും, മറ്റേ വണ്ടി വെച്ച് ഓടിച്ച് നോക്കുമ്പോൾ. അപ്പൊ മറ്റൊരു വണ്ടി ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് നമുക്കറിയാം. അല്ലാതെ ഇത്രയധികം ഓവർ സ്പീഡ് അങ്ങനെ എടുക്കാറില്ല. 80 മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ 80-70 അറിയാലോ, ആ മെയിൻറ്റെയിൻ ചെയ്ത് പോത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ കൂടുതലും കേരളത്തിലായിരിക്കുമല്ലോ ഓടുന്നത്, അപ്പം പിന്നെ അതിന്റെ ആവശ്യമേ വരുള്ളൂ. എന്റെ പുറത്തോട്ട് പോകുമ്പോൾ മറ്റു വണ്ടി ഉപയോഗിക്കാം അല്ലേ? അതെ. ഓക്കെ, പിന്നെ ഒത്തിരി ഓവർ സ്പീഡ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബോഡി വെയിറ്റിന്റെ ഇത് സ്റ്റെബിലിറ്റി തോന്നിക്കും. അല്ലാതെ സ്റ്റിയറിംഗിന് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നമുക്ക് വിഷയമൊന്നുമില്ല. ഓക്കെ. പിന്നെ പവറിന്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ വിട്ടുപോയത്, ഓവർടേക്കിങ്ങിന്റെ പമ്മലുണ്ട് വരുന്നുണ്ട്. ഓവർടേക്ക് ചെറുതായിട്ട് മമ്മിട്ടൊന്ന് കയറി പോകുന്നുള്ളൂ. ഞാനിപ്പോ മറ്റേ നമ്മുടെ സെല്യൂറിയോ, പഴയ സെല്യൂറിയോ ഒക്കെ ഉണ്ടല്ലോ, അതാണ്. അതിങ്ങനെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കിന് അറിയാലോ, നമ്മള് കയറുമ്പോ അതുപോലൊരു ഫ്ലോ കിട്ടത്തില്ല. കയറി നമ്മൾ ചെറുതായിട്ട് മമ്മിട്ട് ഒറ്റ കയറ്റം കയറി അങ്ങനെ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് മാരുതി സുസുക്കി ബലേനോയുടെ 10,000 കിലോമീറ്ററിൽ പറയാനുള്ളത്. അപ്പം 10,000 ആയപ്പോൾ സർവീസ് കഴിഞ്ഞാണല്ലോ അല്ലേ? 5,000 ഒരെണ്ണം ഉണ്ടായിരുന്നു, 5,000 പിന്നെ 10,000. അപ്പം 10,000 സർവീസിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? 10,000 നമ്മൾ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, അതൊക്കെ നോർമൽ ആയിട്ടുള്ളായിരുന്നു. നമുക്ക് 2,500 സംതിങ് ചാർജ് ആയിട്ടുള്ളൂ. അതിന് അങ്ങോട്ട് കഴിയുമ്പോൾ അറിയാം എത്ര ആവുന്നു. ഇപ്പം ഫ്രീ സർവീസ് ആയിക്കൊണ്ട് നമുക്കിപ്പോ പാർട്സ് ലേബർ ചാർജ് ഇല്ലല്ലോ, പാർട്സിന്റെ ഒക്കെ ഉള്ളു. അന്നേരം 2,500 ആയുള്ളൂ. ഓയിലെല്ലാം മാറി, ഓയിൽ ഫിൽറ്റർ എല്ലാം മാറി. ഓക്കെ, അപ്പം അല്ലാതെ എന്തെങ്കിലും 10,000 ആയപ്പോൾ അവരുടെ എന്തെങ്കിലും പറഞ്ഞ് ചെയ്യിക്കേണ്ടതായിട്ട് വന്നോ? ഒന്നുമില്ല, കംപ്ലൈൻസ് ഒന്നുമില്ല.
ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത സർവീസ് എത്രയാണ്? 20,000 പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ ഓടുമ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഒരു പ്രത്യേകിച്ചൊന്നുമില്ല, വണ്ടി ഞാൻ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 20,000 പ്രത്യേകിച്ച് പറഞ്ഞു ചെയ്യിക്കേണ്ടതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. പിന്നെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യണമായിരുന്നു? നെഗറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ പോരായ്മകളായിട്ട് പറയാനുള്ള എന്തൊക്കെയുണ്ട്? നമ്മുടെ റിവേഴ്സ് ക്യാമറ കൊടുക്കണമായിരുന്നു. ഈ വേരിയന്റിൽ റിവേഴ്സ് ക്യാമറ കൊടുക്കണം. ഓക്കെ. പിന്നെ നമുക്ക് വേറെ അലവിലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അറിയാമല്ലോ, കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഫോഗിലാകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലല്ലോ നമുക്ക് അത് വേറെ ചെയ്യിക്കാന്നേ ഉള്ളൂ. പക്ഷേ റിവേഴ്സ് ക്യാമറ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട്. പിന്നെ നമ്മളെ വണ്ടി മേടിച്ചപ്പോൾ തന്നെ ബേസിക് അക്സസറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗിന്റെ കവർ, 3D മാറ്റ്, വാക്യൂം ക്ലീനർ, പിന്നെ പെർഫ്യൂം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നായിരുന്നു. ഓക്കെ. അപ്പോൾ അതൊക്കെ അഡീഷണൽ ഫിറ്റിംഗ്സിൽ വന്ന എനിക്കൊന്ന് ബേസിക് അക്സസറീസ് എന്ന് പറഞ്ഞാൽ നമ്മളതിന്റെ എമൗണ്ട് മേടിക്കുന്നുണ്ടായിരുന്നു, ഓപ്ഷനകത്തുണ്ടായിരുന്നു. അതിന്റെ എല്ലാം കൂടെ ചേർത്തായിരിക്കും അവർ തരുന്നത്. കോംപ്ലിമെന്റ് ആയിട്ടാണോ ചോദിച്ചില്ല. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് ഈ വേരിയന്റിനുള്ള നമുക്ക് അത്യാവശ്യം മതിയല്ല. നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ കാര്യമൊന്നും വിഷയമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം എല്ലാം ഉണ്ട് ഈ വേരിയന്റ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്യുമോ? അതോ? തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പുതിയ വണ്ടികൾ വില വരുമ്പോൾ പുതിയ പുതിയ കോമ്പറ്റീഷൻ കൂടുന്നു, പുതിയ ഫീച്ചേഴ്സ് വരുന്നു, കോമ്പറ്റീറ്റർ കിയാടെ വണ്ടികൾ വരുന്നു, സുസുക്കിയുടെ പുതിയ വണ്ടികൾ വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ഇതിന്റെ ഡിമാൻഡ് കുറയുമല്ലോ, എല്ലാവരും പുതിയതിലോട്ട് പോകുമ്പോൾ ആവശ്യം ഓരോ വർഷം വണ്ടി കഴിയുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പുതിയ പുതിയ ഓരോ വണ്ടികൾ വരുമല്ലേ. അപ്പം ഇതിന്റെ ഒരു പവറിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു ഡിസ്അപ്പോയിന്റ്മെന്റ് തോന്നുന്നത്. ഓടിക്കുമ്പോൾ നമുക്കറിയാം, ജസ്റ്റ് നമുക്ക് നമ്മുടെ മറ്റേ വോക്സ്വാഗൺ പോളോ ഓടിക്കുമ്പോൾ നല്ല സുഖം, ഒറ്റ ഒരു പോക്കാണ്. പക്ഷെ അതുമല്ല സുസുക്കിയുടെ അത് പിന്നെ വണ്ടിയുടെ എല്ലാം നോക്കണം, വ്യത്യാസങ്ങളുണ്ട്. സർവീസ് കോസ്റ്റ്, മൈലേജ് എല്ലാം നോക്കുമ്പോൾ വോക്സ്വാഗനൊന്നും ഒരിക്കലും ഇത്രയും മൈലേജ് കിട്ടിയിട്ടില്ലല്ലോ. പോളോയ്ക്കൊക്കെ ഇത്രയും എന്തായാലും എത്താൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള മൈലേജ് ഈ വണ്ടി തരുന്നുണ്ട്. നമുക്കിപ്പം സർവീസിന് ഇപ്പം എന്തെങ്കിലും പറ്റി ഇപ്പം നമുക്ക് കോഴഞ്ചേരിയിലാണെങ്കിൽ കോഴഞ്ചേരി കൊണ്ടുവരാം, റാന്നിയാണെങ്കിൽ റാന്നി, പത്തനംതിട്ടയാണ് പത്തനംതിട്ട, എല്ലായിടത്തും സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. മറ്റാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇപ്പം വോക്സ്വാഗണിന്റെ തിരുവല്ലയിലല്ലേ ഉള്ളൂ, നേരെ തിരുവല്ലയ്ക്ക് പോകണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 5-6 കിലോമീറ്റർ പോയാൽ റാന്നിക്കിലും ഉണ്ട്, 5-6 കിലോമീറ്റർ പോയാൽ കോഴഞ്ചേരിയിലുണ്ട്, ഇവിടെ വേണമുണ്ട്, ഇവിടെ ഉണ്ടെന്ന് കയറ്റാം. പിന്നെ അല്ലാതെ തന്നെ അല്ലാത്ത വർഷം പോലെ സുസുക്കിയുടെ ഇഷ്ടം പോലെ അല്ലാതെ ചെയ്യുന്നവരുണ്ട്. അപ്പം എന്തെങ്കിലും പാർട്സ് ആണെങ്കിലും കിട്ടാൻ വലിയ താമസമില്ല. അതൊക്കെ കൊണ്ട് മാരുതിയിലോട്ട്. ഓക്കെ. അപ്പം എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഹനത്തിൽ. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരാനായിട്ട് സാധിച്ചു. ഇപ്പോൾ 10,000 ഓടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പറയാനായിട്ടുള്ളതുണ്ടല്ലോ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. ഇതുവരെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പം പൊതുവെ മാരുതിയുടെ വണ്ടിയാണ്, പ്രത്യേകിച്ച് ഇത്രയും ഓട്ടത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ 10,000 ഓടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഓരോ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ബോഡി വെയ്റ്റിൻ്റെ കാര്യം, അതുപോലെ പെയിൻ ക്വാളിറ്റിയുടെ കാര്യം, പവറിൻ്റെ കാര്യം, മൈലേജിൻ്റെ കാര്യം എല്ലാം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ്, ഇതുപോലെയുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.